സുഹൃത്തുക്കളെ, ക്രാന്തി സമാചാർ തീർത്തും വ്യത്യസ്തമായൊരു വാർത്തയുമായാണ് നിങ്ങളിലേക്ക് വരുന്നത്. കണ്ണൂർ പയ്യന്നൂർ കരിവള്ളൂർ തെക്കേ മണക്കാട്ടെ NK ശ്രീലത കഴിഞ്ഞ 2 ആഴ്ചയായി കുളി സമരത്തിലായിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി വസ്ത്രത്തിനുമേൽ വെള്ളം കോരിയൊഴിച്ച് മുദ്രാവാക്യം വിളിച്ച് ശ്രീലത സ്വന്തം വീട്ടുമുറ്റത്ത് ഒരൊറ്റയാൾ സമരം നടത്തി. ഈ വ്യത്യസ്തമായ സമരത്തിൻ്റെ കഥയാണ് ക്രാന്തി സമാചാർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുളിച്ചിട്ട് പ്രതിഷേധിക്കാനുള്ള ഒരു കാരണം എന്നാ പറഞ്ഞാൽ ഒരുപാട് ആളായി സൗഹാർദ്ദത്തിന്റെ മേലെ ഈ ഒരു ഐഡിയ എങ്ങനെ വന്നിനി ഇതുവരെ ആരും കുളിച്ച് പ്രതിഷേധിച്ച് കാണുന്നില്ല എന്ന്. അതൊന്നും എനിക്ക് ആരും പറഞ്ഞതല്ല. ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിന് ആരും ഡിപ്പെൻഡ് ചെയ്യാനും പോവാറില്ല. എനിക്ക് ആരും സഹായവും കിട്ടിയിട്ടില്ല. നഗ്നത എന്ന് എഴുതി വെച്ചത് എനിക്ക് തോന്നി ഇല്ലാത്ത നഗ്നത എഴുതിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നഗ്നത കാണിക്കണമല്ലോ. അതിപ്പം കോടതിൻ്റെ അണ്ടറിൽ നിന്നും കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. നിയമവ്യവസ്ഥിതിക്ക് നമ്മൾ പാലിക്കണം. അതിന് അണ്ടറിൽ നിന്നും കൊണ്ടാവണം. ഞാൻ ഏത് തരത്തിൽ എൻ്റെ നഗ്നത പ്രകടിപ്പിക്കേണ്ട ഒരു ഐഡിയ ഇല്ല നഗ്നത പ്രകടിപ്പിക്കാൻ. അപ്പം എനിക്ക് തോന്നി വസ്ത്രത്തിൻ്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് പ്രതിഷേധിക്കുക. അതിലൂടെ കാണുന്ന നഗ്നത ഇവർക്കുള്ള പ്രതിഷേധമായിക്കോട്ടെ. NK ശ്രീലത സർക്കാർ ഉദ്യോഗസ്ഥയാണ്. എഞ്ചിനീയറിംഗ് കോളേജിലെ ലാബ് ഇൻസ്ട്രക്ടർ. 20 വർഷമായി സേവനത്തിലുണ്ട്. കഴിഞ്ഞ 13 വർഷമായി കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. NGO യൂണിയൻ്റെ അംഗമാണ്. CPM അനുഭാവിയാണ്. ശ്രീലതയുടെ കുടുംബവും CPM അനുഭാവികളാണ്. ശ്രീലതയ്ക്ക് സ്വന്തം നിലപാടുകളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. ശ്രീലതയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഒരു സഹപ്രവർത്തകൻ മദ്യപിച്ചെത്തി അപമര്യാദയായി പെരുമാറി തുടങ്ങിയപ്പോഴാണെന്ന് ശ്രീലത പറയുന്നു. ഇതിനെതിരെ പരാതി ഉന്നയിച്ചു. പരാതി കോളേജിൽ ചർച്ചയായപ്പോൾ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതായി ശ്രീലത പറയുന്നു. ആ പോസ്റ്ററിൽ ഇങ്ങനെയായിരുന്നു: ശ്രീലതയുടെ നഗ്നത കാണാൻ 8 മണിക്ക് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഇതിനെതിരെ ശ്രീലത വീണ്ടും പരാതി ഉന്നയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി. അങ്ങനെ കുറ്റാരോപിതന് അന്വേഷണ വിധേയമായി സസ്പെൻഷൻ ലഭിച്ചു. ശ്രീലതയ്ക്ക് സമാധാനിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നിരവധി ആരോപണങ്ങളോടെ ഒരു ട്രാൻസ്ഫർ ശ്രീലതയ്ക്കും കിട്ടി. കോഴിക്കോട്ടേക്കായിരുന്നു ട്രാൻസ്ഫർ. തനിക്ക് നേരിട്ട നീതി നിഷേധത്തിൽ പ്രതിഷേധിച്ച് ശ്രീലത കോഴിക്കോട് ജോയിൻ ചെയ്യാൻ തയ്യാറായില്ല. അതേ തുടർന്ന് ശ്രീലതയ്ക്ക് സസ്പെൻഷൻ തന്നെ ലഭിച്ചു. ഈ സസ്പെൻഷനാണ് ശ്രീലതയെ വ്യത്യസ്തമായ സമരത്തിലേക്ക് നയിച്ചത്. പെരുവള്ളൂരെ വീട്ടിലെത്തി ശ്രീലത കുളി സമരം പ്രഖ്യാപിച്ചു. താൻ പ്രദർശിപ്പിക്കാത്ത നഗ്നത ആരോപിക്കപ്പെട്ടപ്പോൾ ആത്മാഭിമാനമുള്ള ഒരു പെണ്ണിന് പ്രതിഷേധിക്കാൻ വസ്ത്രത്തിനുമേൽ വെള്ളമൊഴിച്ച് കുളിക്കുക മാത്രമേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. ശ്രീലത തൻ്റെ കുളി സമരം യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്ത് തന്നെയായാലും ഈ കേരളത്തിലെ ഒരു സദാചാരവാദികളും അവരെ വീട്ടുകാരും വന്ന് കല്യാണം കഴിക്കണ്ട, എൻ്റെ മോളെയും കഴിക്കണ്ട. ഇനി ഞാൻ സാധാരണ 2 ഡ്രസ്സ്, അതിൻ്റെ ഉള്ളിൽ ഇന്നർ എല്ലാം ഉപയോഗിച്ചിട്ടാണ് എൻ്റെ കുളി. അതിലൂടെ നിങ്ങൾക്ക് ഒളിഞ്ഞു നോക്കാനുള്ള പ്രവണത ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ അത് എഴുതി വെച്ചത്. നിങ്ങൾ എൻ്റെ ഇല്ലാത്ത നഗ്നത എഴുതിയിട്ടുണ്ടെങ്കിൽ ചെറിയ നഗ്നത ഞാൻ കാണിച്ച് പ്രതിഷേധിക്കണ്ടേ? അതെൻ്റെ അവകാശമല്ലേ? ഒരാൾ ഉപദേശമല്ല, ഇല്ലാത്ത നഗ്നത എഴുതി വെച്ചതുകൊണ്ട് ചെറിയ നഗ്നത കാണിക്കാൻ തീരുമാനിച്ചതാണ്. അത് കുളിയിലെ ഞാൻ സ്വയം തിരഞ്ഞെടുത്തതാണ്. മാർച്ച് 2-ന് സ്ത്രീ അവകാശ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് ശ്രീലത സമരം നിയമയുദ്ധത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു തൊഴിൽ സമരമാണ്. അതേ സമയത്ത് തന്നെ ഒരു സ്ത്രീ സമരമാണ്. ആശാ വർക്കേഴ്സിൻ്റെ സംഘടിതമായിട്ടുള്ളൊരു സമരമാണെങ്കിൽ ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണ്. അതാണ് വ്യത്യാസം. ഇവർക്ക് സംഘടന ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇതേ സംഘടനയിൽ തന്നെയുള്ള ആരോപണ വിധേയനായിട്ടുള്ള ആളെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെയാണ് സ്ഥാപനം നടപടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരു തൊഴിലിടത്തിലെ സ്ത്രീ പീഡനത്തിൻ്റെ ഒരു വലിയ ഇരയാണ് ശ്രീലതയുടെ സമരത്തിൽ ചില പ്രത്യേകതകളുണ്ട്. കുളി എന്നുള്ള സമരമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതൊരു ഒറ്റയാൾ പോരാട്ടമായതുകൊണ്ട് തന്നെ അവർക്ക് നിൽക്കാൻ സ്ഥാപനമില്ല. അതുകൊണ്ട് വീട്ടിൽ കുളിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. ആ കുളി എന്നുള്ള സംഗതി അവർ പറഞ്ഞത് നഗ്നത എന്ന് എഴുതി വെച്ചപ്പോൾ അതിനോടുള്ള പ്രതിരോധം എന്നുള്ള രീതിയിലാണ് കുളി എന്നുള്ള ഒരു സംഗതി എടുക്കുന്നത്. അതിപ്പോൾ അത്തരം ഒരു സമരത്തെ എത്രമാത്രം അവഗണിക്കാമോ അത്രമാത്രം അവഗണിക്കുകയാണ് അധികാരികൾ ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമരത്തെ കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രീലത നിശ്ചയിച്ചിട്ടുള്ളത്. അവർ നിയമ പോരാട്ടത്തിലേക്ക് കടക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. സമരത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് ഇന്നത്തോടു കൂടിയിട്ട് ആ സമരം മാറുകയാണ്. അതിനർത്ഥം അതിൻ്റെ സമരത്തിൻ്റെ മുഖഭാവങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറി മറ്റൊരു തലത്തിലേക്ക് ശ്രീലതയുടെ സമരം പ്രവേശിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ പ്രദേശവാസികൾ എന്നുള്ള രീതിയിൽ ഈ
ഇവരോട് ഐക്യപ്പെടുകയാണ് കരുവള്ളൂരുകാർ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. കാരണം ഇത് അവരുടെ സഹോദരിയാണ്. അത്തരത്തിൽ പറഞ്ഞ് അമിക്കബിളി സ്ഥാപനവുമായിട്ട് അത് ധാരണയിലെത്താമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് പ്രദേശവാസികൾക്ക് ഇടപെടാം. അല്ല, ഇനി നിയമപോരാട്ടത്തിന് ശ്രീലതയെ സഹായിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനങ്ങനെ ചെയ്യാം. അതിലേത് തരത്തിൽ വേണമെങ്കിൽ പ്രദേശവാസികൾ ശ്രീലതയുടെ സമരത്തോട് ഐക്യദാർഢ്യപ്പെടണം എന്ന് വളരെ വിനീതമായിട്ട് ഒരു സ്ത്രീ പ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴും ശ്രീലത സമരത്തിലാണ്. നീതി കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങളോട് സംസാരിക്കുമ്പോഴും ശ്രീലതയ്ക്കുള്ളത്. ഒറ്റപ്പെടുത്തപ്പെടുന്ന ആശയറ്റ മനുഷ്യരുടെ പ്രതിഷേധങ്ങൾ, സമരങ്ങൾ അതൊന്നും നമ്മുടെ മുൻകാല ധാരണകൾക്ക് അനുസരിച്ചാവണമെന്നില്ല. ശ്രീലതയുടെ സമരത്തിനൊപ്പം ക്രാന്തി സമാചാർ.